ആരോഗ്യവാണി. റിയൽ FM-ൽ പ്രക്ഷേപണം ചെയ്ത തത്സമയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇന്ന് ആരോഗ്യവാണിയിൽ. ഇന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ OK നന്ദഗോപാൽ. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ കോഴിക്കോട് കോട്ടൂളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഒഫ്താൽമിക് സർജനാണ് ഡോക്ടർ നന്ദഗോപാൽ. ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. വെൽക്കം. നന്ദി. ഈ ഒരു ഷോയിൽ ഡോക്ടർ വരുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. കാരണം നമ്മുടെ ഒരു ഈവനിങ് ടൈം ആൾക്കാർക്ക് കുറേയും കൂടെ കേൾക്കാൻ സൗകര്യപ്രദമായൊരു സമയത്ത് ഇങ്ങനെയൊരു പരിപാടി വേണം എന്നുള്ളത് ദീർഘകാലമായി ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഹെൽത്ത് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. തീർച്ചയായും. അപ്പോൾ ഡോക്ടർ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഞങ്ങളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിൽ ചേരുന്നു, ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും വളരെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. വളരെ സന്തോഷം. നമ്മൾ കോമൺ ഐ കണ്ടീഷൻസ്, ഡോക്ടർ ഇവിടെ സീനിയർ കൺസൾട്ടൻറ്റ് ഒഫ്താൽമിക് സർജനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഡോക്ടറുടെ ഒരു പ്രൊഫൈൽ പറയുകയാണെങ്കിൽ വളരെ ദീർഘമായ പ്രവൃത്തി പരിചയമുള്ള മനുഷ്യനാണ്. മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ച പരിചയവും താങ്കൾക്കുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഇവിടത്തെയും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ? ഇപ്പം കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം വളരെ കോമൺ ആയിട്ടുള്ള കാര്യം ആദ്യം പറയാം. ഇപ്പം അവിടെ AC കണ്ടമാനം ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഈ കണ്ണിൻ്റെ ഡ്രൈനെസ് വളരെ സാധാരണയായിട്ട് കാണുന്നതാണ്. അതേപോലെ പുറത്ത് ഉള്ള പൊടിപടലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അലർജിയുടെ കാര്യങ്ങളും. ഇപ്പം ഞാൻ ഈ മാറ്റം ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഈ രണ്ട് പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെയും വളരെ സാധാരണയായിട്ട് ഇപ്പം കാണുന്നത്. അപ്പം നല്ലൊരു ശതമാനം രോഗികൾക്കും ഒന്നുകിൽ കണ്ണിലെ ചൊറിച്ചലോ അല്ലെങ്കിൽ എന്തെങ്കിലും നീറ്റലോ ഇറിറ്റേഷനായിട്ടാണ് ഇപ്പം വരാറുള്ളത്. ഈ ഒരു മാറ്റമാണ് കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മളും ഈ പറഞ്ഞ പോലെ അകലങ്ങൾ അടുക്കുന്നു അല്ലേ, ഒരു കോമൺ ആയ രീതികളിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു ഒരു പ്രത്യേകതയാണ് അല്ലേ. പിന്നെ AC-യുടെ ഉപയോഗം കണ്ടമാനം കൂടിയല്ലോ. അത് വാഹനമായാലും വീടുകളായാലും ഓഫീസായാലും ഇപ്പം അതൊരു നെസസിറ്റി ആയി. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി. ഓക്കെ, അതൊന്ന്. പിന്നെ രണ്ടാമത്തത് ഇപ്പം നമുക്ക് ഈ ഗാഡ്ജറ്റ് യൂസ്, മൊബൈല്, കമ്പ്യൂട്ടറൊക്കെ വന്നേ പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഈ ബ്ലിങ്ക് റേറ്റ്, കണ്ണ് ചിമ്മുന്നതിൻ്റെ അളവ് തന്നെത്താൻ കുറയും. അതിപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നോക്കിയാൽ അറിയാം. ഒരു 10-12 പ്രാവശ്യം കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നതിന് പകരം ഒരു 5-6 പ്രാവശ്യം ഉണ്ടാവാറുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണുനീര് പറ്റും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏകദേശം കോമൺ ആയി രണ്ടും. നമ്മളൊക്കെ എല്ലാവരും പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി രോഗങ്ങളായി കണ്ണിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ പ്രിയ ശ്രോതാക്കളെ കൂടി നമുക്ക് ഈ സംവാദത്തിൽ, ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാം. തീർച്ചയായും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എവിടുന്നാ വിളിക്കുന്നത്? ആരാണ്? ഞാൻ സേറാബാനാണ് സാറ്, അരിക്കാട് നിന്ന്. സേറാബാനു, നമ്മുടെ ഡോക്ടർ OK നന്ദഗോപാൽ ഇവിടെ നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലുണ്ട്. സേറാബാനുവിന്റെ സംശയം ഡോക്ടറോട് ചുരുക്കി ചോദിക്കണം, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പേരിലേക്ക് എത്തിക്കണം, കൂടുതൽ പേർക്ക് അവസരം കൊടുക്കണം. പറഞ്ഞോളൂ. ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറ്, എനിക്ക് കണ്ണ് കുറച്ചൊരു ജന്മനാ ഉള്ളതാണ്, കുറച്ചൊരു കോണിന്റെ മാതിരിയുള്ളതാണ്. എനിക്ക് 53 വയസ്സായി. പക്ഷെ അത് ഇപ്പൊ കണ്ണിനിപ്പോ ഭയങ്കര കുറച്ച്. ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു, ഇവിടെ കാണിച്ചിരുന്നു, കണ്ണാശത്തില്ല, ഇവിടെ പുതിയറ അവിടെ കാണിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും അവിടെ എത്ര ടെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് കണ്ണിന്റെ ചൊറിച്ചിൽ മാറുന്നില്ല. അത് ശരി. അത് അലർജി അവിടെ അവര് നോക്കിയപ്പോൾ പറഞ്ഞു കാണും, അലർജിയുടെ ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ അലർജി എന്ന് പറയുന്നത് നമുക്കൊരു അസുഖമായിട്ട് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പൊടി ഡസ്റ്റ് അല്ലെങ്കിൽ പൊടി വന്നാൽ, കാലാവസ്ഥ മാറുകയാണെങ്കിൽ, അങ്ങനെയുള്ള കാരണങ്ങളാൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ പ്രതികരിക്കുന്നതാണ് അത് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിലാണെങ്കിൽ ചൊറിച്ചലോ അല്ലെങ്കിൽ കണ്ണ് ചോക്കുക, കണ്ണിന്ന് വെള്ളം വരുന്നതായിട്ട് വരും. പിന്നെ കുറച്ചും കൂടി ഗൗരവമായിട്ട് ചർമ്മത്തിൽ വരാം ചൊറിച്ചലായിട്ട്, അല്ലെങ്കിൽ പിന്നെ ശ്വാസം അല്ലെങ്കിൽ ജലദോഷം, മൂക്കടപ്പ്, അങ്ങനെയൊക്കെ വരാം, പലതരം അലർജി. പിന്നെ എനിക്ക് കണ്ണിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു തുള്ളണ മാതിരിയാണ്. ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വീണ മാതിരിയുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരിടത്ത് ശരിയില്ല, അത് അങ്ങനെ എപ്പോഴും ഉണ്ടാവലുണ്ട്. അത് കണ്ണ് തുള്ളുന്നെന്ന് പറഞ്ഞാൽ പോള തുള്ളുന്നതാണോ ഉദ്ദേശിച്ചത്? പോളൽ ഒന്നായിട്ട് കലങ്ങണ മാതിരിയാണ്, കണ്ണിങ്ങനെ കഴിഞ്ഞ മാതിരി ഉണ്ടാവും. അത് ഈ പറഞ്ഞ കാരണങ്ങൾ ഞങ്ങൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്തേ ഉള്ളൂ ഇതിനെപ്പറ്റി. കാരണം ഈ അലർജിയും ഈ കണ്ണുനീരിൻ്റെ ഇംബാലൻസ്, ഒരു ഡ്രൈനസ്സും, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വളരെ സാധാരണമായിട്ട് ഇപ്പോൾ കാണുന്നത്. അത് ഒരു സാരമായ പ്രശ്നമല്ല, കണ്ണിന് വലിയ ദോഷം ചെയ്യില്ല. നമുക്ക് മരുന്നുകൾ വെച്ചിട്ട് അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ കാരണം, അലർജിയുടെ കാരണം നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തോ വീട്ടിനുള്ളിലോ ഉണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അലർജി ഒന്ന് തലപ്പൊക്കും.
പക്ഷെ അത് പേടിക്കാനൊന്നുമില്ല. കണ്ണിന് കൊടുക്കേണ്ടി വരുമോ? ഇല്ല, അതിന് മരുന്ന് മാത്രം ഉപയോഗിച്ച്, ശക്തി കുറഞ്ഞ മരുന്ന് ഉപയോഗിക്കുക. കാരണം ശക്തി കൂടിയ മരുന്ന്, സ്റ്റീറോയിഡ് അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഗുണം കിട്ടും, പക്ഷെ നിർത്തി കഴിയുമ്പോൾ അത് വീണ്ടും വരും. തന്നെയുമല്ല അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്, കണ്ണിന് ദോഷമുണ്ട്. അപ്പോൾ ആ മരുന്നുകൾ ഉപയോഗിക്കുന്നത് അവർ തീർച്ചയായും അങ്ങനത്തെ മരുന്നേ തരുള്ളൂ. അധിക ശക്തി കുറഞ്ഞ മരുന്നുകളാണ് സാധാരണ തരിക കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ. ഓക്കെ സരവാനു, അപ്പോൾ ഏതാണ്ട് വിവരങ്ങളൊക്കെ ഡോക്ടറിൽ നിന്ന് കേട്ടു, കുറച്ച് സമാധാനമായി കാണുന്നു വിചാരിക്കുന്നു അല്ലേ? നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം അല്ലേ? ഹലോ, നമസ്കാരം. സാറേ, ഇത് നന്മണ്ടേന്ന് സുരേഷ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആണ് വിളിക്കുന്നത്. പറയൂ. എനിക്ക് പിന്നെ ചിക്കൻ ബോക്സ് വന്ന കാഴ്ച 30% കാഴ്ചയുള്ളൂ ഒരു കഴിഞ്ഞു. അപ്പൊ അതിനിപ്പോൾ കണ്ണിന്റെ കൃഷ്ണമണി ചുരുങ്ങിപ്പോവുകയാണ്. അത് ശരി, ആ കൃഷ്ണമണി അതിനെന്തെങ്കിലും ഒരു മരുന്ന് ഓപ്പറേഷൻ ചെയ്ത് റെഡിയാകുമോ? അല്ല, അത് നമുക്ക് ശരിക്കും വിശദമായി പരിശോധിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ചിക്കൻ പോക്സിൻ്റെ അല്ലെങ്കിൽ വേറെ വൈറസ് കാരണം വന്നിട്ട് ആദ്യം നമ്മുടെ മുന്നിലുള്ള നേത്രപ്പടലം, അവിടെയാണ് കലയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതാണ് അത് വെച്ചാൽ തുടങ്ങുക. പിന്നെ അത് ഉള്ളിലേക്ക് പോയി വ്യാപിച്ച് വരികയാണെങ്കിലാണ് ഈ ചുരുങ്ങാനൊക്കെ ഉള്ള സാധ്യത, കുറേ കൂടി അകത്തേക്ക് അത് ഇൻഫ്ലമേഷൻ വരുമ്പോൾ. അല്ലാതെ വൈറസിൻ്റെ നമുക്ക് ശരിക്കും നോക്കിയാൽ എത്രത്തോളം ഡാമേജ് ഉണ്ട്, ഏതുവരെ ഡാമേജ് ഉണ്ടെന്നൊക്കെ നോക്കി പരിശോധിച്ച് കഴിഞ്ഞാലേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. സാറേ, അത് കണ്ണ് ചെറുതാണെങ്കിൽ അത് ചുരുങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യാനുണ്ടാവില്ല. അതായത് കണ്ണിൻ്റെ വലുപ്പം ചെറുതായി ചുരുങ്ങുകയാണെങ്കിൽ അതിന് തൈസിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നുകൾ ചിലപ്പോൾ ഫലിച്ചൊന്നും വരില്ല. ഓക്കെ, എന്നാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ. ഹലോ, നമസ്കാരം. ഹലോ. നമസ്കാരം. ഇതാരാ, ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് അരുണെന്നാണ്. തന്നെയാണ്. എവിടുന്നാണ്? ബാലുശ്ശേരി. പറയൂ അരുൺ. ഡോക്ടർ ഓക്കെ നന്ദഗോപാൽ, നമ്മുടെ സീനിയർ കൺസൾട്ടന്റ് ഓഫ്താൽമിക് സർജൻ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയറിലെ നമ്മളോടൊപ്പം ഉണ്ട്. ചോദിച്ചോളൂ. പറയൂ. ഹലോ, പറയൂ. സാർ, ഞാൻ ചെറുപ്പത്തില് കണ്ണട ഉപയോഗിക്കുന്നുണ്ടായിരുന്നേ. ഓക്കെ. പക്ഷെ ഞാൻ പിന്നെ ഒരു കുറച്ചു കാലത്തേക്ക് ഞാൻ ഉപയോഗിച്ചില്ല. എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ. പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് വല്ലാണ്ട് കണ്ണിനൊരു മൂടൽ പോലെ വരും. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ കയ്യിൽ ഗ്ലാസ് ഉണ്ട്. ഞാൻ ഇപ്പം മൂവി കാണണമെങ്കിലോ അല്ലെങ്കിൽ റീഡ് ചെയ്യണമെങ്കിലോ എനിക്ക് ഗ്ലാസ് ഇല്ലാണ്ട് പറ്റില്ല. അത് ശരി. അപ്പൊ ദൂരക്കാഴ്ചക്ക് ഗ്ലാസ് വേണം. അപ്പം ദൂരക്കാഴ്ചക്ക് ഗ്ലാസ് വേണം. നമുക്ക് ബസ്സിന്റെ ബോർഡൊന്നും എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് വായിക്കാൻ കഴിയും, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇടയ്ക്ക് പിന്നെ കണ്ണിലേക്ക് ഒരു മൂടൽ വരും. അത് ചിലപ്പോൾ ഡ്രൈവിങ്ങിന്റെ സമയത്തായിരിക്കും, ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും. അത് പറയാൻ പറ്റില്ല. എനിക്ക് കൂടുതലും ഈ കഫക്കെട്ടുള്ള സമയമുണ്ടല്ലോ, അത് ശരി, കഫക്കെട്ടുള്ള സമയങ്ങളിൽ വല്ലാണ്ട് കണ്ണിനൊരു മൂടൽ വന്നിട്ട് ഒരു പാട പോലെ വന്ന് നിൽക്കും. നമ്മൾ കുറച്ചു നേരം കണ്ണടച്ച് തുറക്കോ അങ്ങനെ നമ്മൾ സാധാരണ രീതി ചെയ്യാറില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഫീൽ വരും, ആ ഒരു മൂടൽ പോലെ നമുക്ക് ഫീൽ വരും. അതെന്തായിരിക്കും സാർ? ഇതിപ്പോ രണ്ട് കാര്യം. ഒന്ന്, ഇപ്പൊ ദൂരക്കാഴ്ചക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് സ്ഥിരമായി ധരിക്കുകയാണ് നല്ലത്. അത് സ്ഥിരമായി ധരിച്ചിട്ടില്ലെങ്കിൽ കണ്ണിന് കഴപ്പുണ്ടാവും. കാരണം കണ്ണ് സ്ട്രെയിൻ ചെയ്യും, നമ്മൾ അറിയാതെ കണ്ണ് സ്ട്രെയിൻ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ കണ്ണിൻ്റെ പേശികളൊക്കെ തളരുകയും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കഫക്കെട്ട് അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതേപോലെ തന്നെ കണ്ണിന്ന് വെള്ളം വരിക, അല്ലെങ്കിൽ ചെറിയ ചോപ്പ്, ചെറിയ അലർജി എന്തെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ കണ്ണുനീരിൻ്റെ ഇംബാലൻസ്, ടിയർ ഫിലിം ഇംബാലൻസ് എന്ന് പറയും. അങ്ങനെയുള്ള കാരണങ്ങളാൽ കുറച്ചുകൂടി മങ്ങിച്ച കൂടുതൽ അനുഭവപ്പെടാം. അപ്പോൾ പക്ഷേ ഗ്ലാസ്, എൻ്റെ അഭിപ്രായത്തിൽ ഗ്ലാസ് സ്ഥിരമായി ധരിക്കുക തന്നെയാണ് നല്ലത്. അതെ, തീർച്ചയായും. നമുക്ക് ഗ്ലാസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് കാഴ്ച കുറയോ പിന്നീട് അങ്ങോട്ട് കുറയാനോ അങ്ങനെ എന്തെങ്കിലും കാരണം? ഇല്ല, അത് തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് ഗ്ലാസ് കൊടുത്തു കഴിയുമ്പോൾ അവർ പലപ്പോഴും തിരിച്ചു വന്ന് പറയാറുണ്ട്, പണ്ടത്തെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ശരിയല്ല. അത് കാരണം എന്താ വെച്ചാൽ പണ്ടൊരു 30% കാഴ്ച ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ കണ്ണട ഇല്ലാതെ. ഇത് 100% കാഴ്ചയിലേക്ക് വന്നിട്ട് പിന്നെ ഗ്ലാസ് മാറ്റുമ്പം പണ്ടത്തേനേക്കാളും കുറഞ്ഞതായിട്ട് അവർ അനുഭവപ്പെടുന്നത് ശരിയല്ല. അത് തീർച്ചയായിട്ടും ഗ്ലാസ് ഉപയോഗിക്കുക തന്നെ വേണം. ഞാൻ ആ ഒരു തോട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഗ്ലാസ് ഉപയോഗിക്കാതിരുന്നത്. അതിൽ കാര്യമില്ല, ഉപയോഗിക്കുകയാണ് നല്ലത്. കണ്ണ് റിലാക്സ്ഡ് ആവും. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു തത്സമയ പരിപാടിയിൽ പങ്കെടുത്തോണ്ട് അങ്ങനെ ഒരു സംശയം മാറി കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഈ സൂചിപ്പിച്ചത്, ഇപ്പോൾ നമ്മളും പലപ്പോഴും വായിക്കേണ്ട ഗ്ലാസ്സാണ്. അപ്പോൾ ഗ്ലാസ് ഇല്ലാതെ വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും തോറും നമുക്ക്
പ്രകടമായ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അതെ. ക്രമേണ പ്രായമാവും തോറും അല്ലെങ്കിൽ മുതിരും തോറും വന്ന് അനുഭവപ്പെടാറുണ്ട്. അതെ, ഇത് അതായത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം ഈ വെള്ളെഴുത്ത് ഇപ്പം അദ്ദേഹം പറഞ്ഞ ദൂരക്കാഴ്ചയാണ്. വെള്ളെഴുത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 40 വയസ്സിനടുപ്പിച്ച് അടുത്ത കാഴ്ചയാണ് ബാധിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയാം, ഒരു 5 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ വളരെ അടുത്തൊരു പുസ്തകം പിടിച്ചാൽ വായിക്കാൻ പറ്റും. അത് പ്രായം അങ്ങോട്ട് പോകുന്നവർ ആ ഒരു നിയർ പോയിന്റ് എന്ന് പറയും, അത് കുറച്ച് അകലുന്നതാണ്, ഒരു അസുഖമല്ല, അത് പ്രായത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. അപ്പോൾ ഒരു 40 വയസ്സിൽ ഏകദേശം ഒരു +1 അപ്രോക്സിമേറ്റ്ലി ഒരു +1 ആണ് പവർ വരിക. ഒരു 45 + 1.5 നമ്മൾ ജനറലായിട്ട് പറയുന്നേ ഉള്ളൂ, അത് വ്യത്യാസം വരാം. അപ്പം ഒരാളിപ്പം ഗ്ലാസ് വെക്കാതെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം ഗ്ലാസ് തുടങ്ങുന്നത് 1.25 അല്ലെങ്കിൽ 1.5 വെച്ചായിരിക്കും. അപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്, അത് പ്രോഗ്രസ് ചെയ്യും. ഓക്കെ, നമസ്കാരം, ഇതാരാണ്? ബാബ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. കണ്ണിന്റെ ഞരമ്പിന് ചോര ഇറങ്ങിയതാണ്. ഓക്കെ, ആ, നിങ്ങൾ പ്രമേഹ രോഗിയാണോ? പ്രമേഹമൊന്നുമില്ല, 10-15 കൊല്ലായി. അത് ശരി. അപ്പൊ ഞാൻ കുറെ സ്ഥലത്ത് കാണിച്ചത് ഓപ്പറേഷൻ വരെ ചെയ്യാൻ പറ്റില്ലെന്നല്ലാണ്. അത് ശരി. അത് ഞരമ്പിൽ ചോര ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ അത് വരാം. അപ്പോൾ അത് ശരിക്കും നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളത്. രക്തക്കുഴലിൽ പൊട്ടിയിട്ടാണോ വേറെ എന്തെങ്കിലും കാരണമാണോ എന്നുള്ളത്, തടസ്സം വന്നിട്ടാണോ, അത് നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചാലേ അതിൻ്റെ അത് പറയാൻ പറ്റുള്ളൂ. ഞാൻ സ്കാനിങ് ഒക്കെ എടുത്താണ്, കണ്ണിന്റെ സ്കാനിങ് ഒക്കെ എടുത്താ. അതെ, എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞോ? അത് ഡയഗ്നോസ് എന്താണ് കാരണമെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചതെന്നാണ് പറഞ്ഞോ? കാരണം അത് നമുക്കത് പരിശോധിച്ചിറങ്ങി സ്കാനിങ് ഒക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ കാരണം പിടികിട്ടും. അപ്പോൾ ആ കാരണം നമുക്ക് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ലേസറായിട്ടോ അല്ലെങ്കിൽ കണ്ണിനകത്ത് ഇഞ്ചക്ഷനായിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷനായിട്ടോ പല രീതികളുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വന്നത് നോക്കി പരിശോധിച്ചതിന് ശേഷമേ നമുക്കൊരു ഏത് രീതിയിൽ ചികിത്സിക്കുക എന്നുള്ളതൊരു അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഈ രാത്രി വണ്ടിയിൽ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ കണ്ണ് കാണൂല, അത് വലിയ വെയിലാകുമ്പോൾ കാണൂല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് നോക്കണം. അത് വെറും ഞരമ്പിലെ പ്രശ്നമാണോ, ചെറിയ തിമിരത്തിൻ്റെ തുടക്കമുണ്ടോ? കാരണം ഈ സാധാരണ രീതിയിൽ ഈ രാത്രി ലൈറ്റൊക്കെ വരുമ്പം ബുദ്ധിമുട്ട് വരുന്നത്, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലെ കൃഷ്ണമണി ചെറുതാവുമ്പം ബുദ്ധിമുട്ട് വരുന്നത് തിമിരം ഒരു പ്രധാന കാരണമാണ്, ചെറിയ മാറ്റമാണെങ്കിൽ പോലും. അപ്പം അത് നമ്മൾ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഞാനൊരു 11 സ്ഥലത്ത് കാണിച്ചിങ്ങനെ കണ്ണിൻ്റെ തന്നെ. അത് ശരി. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അതെ, അത് ചിലപ്പോൾ നടുഭാഗത്തൊക്കെ നമ്മുടെ റെറ്റിനയിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ റിസ്ക് ഉണ്ടാവും ഓപ്പറേഷൻ ചെയ്യുന്നതിൽ. ഓക്കെ ബാബ, എന്തായാലും വിളിച്ചാൽ നന്ദി കേട്ടോ. താങ്ക് യു. ഹലോ, പറയൂ. എനിക്ക് കണ്ണിന് കാഴ്ച ജന്മനാളെ ഇല്ല. ആർ പി റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ ജന്മനാല ഉണ്ടാവുന്നത്. അതെ. അപ്പോ ഇപ്പൊ ഡോക്ടറെ കണ്ണുമ്പത് മിന്നലേറ്റം പോലെയും കണ്ണുമ്മ വെള്ളം വെച്ച് നല്ലണോ ചൊറിച്ചിലും. അത് ശരി. ഈ ചൊറിച്ചിലും വെള്ളം വരുന്നത് അതായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ കാഴ്ചക്കുറവ് കാരണം ഇതിന് RP എന്ന് പറയുന്നതിൽ നമുക്ക് സാധാരണ സൈഡിലുള്ള കാഴ്ച കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ വെളിച്ചം കുറയുന്ന സമയത്തും കാഴ്ച ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അപ്പോൾ കാഴ്ച എത്ര ഉണ്ടെന്നുള്ളത് നോക്കണം. നമ്മളിപ്പോൾ RP ഉണ്ടെങ്കിലും നമുക്ക് കണ്ണട വെച്ചിട്ടോ അല്ലെങ്കിൽ എത്ര കാഴ്ച ഉണ്ടെന്നുള്ളത് നോക്കണം. അപ്പോൾ ആ മാക്സിമം കാഴ്ച കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. മറ്റേ വെള്ളം വരുന്നതും ഈ ചൊറിച്ചിലും അതായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഈ അലർജിയോ അല്ലെങ്കിൽ കണ്ണുനീരിൻ്റെ ബാലൻസോ കണ്ണുനീര് പറ്റുന്നതിനെ കൊണ്ടായിരിക്കാം. ഈ RP എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് സൈഡിലുള്ള കാഴ്ച കുറഞ്ഞിട്ട് നടുഭാഗം മാത്രമേ കാണുള്ളൂ. അത് മുന്നോട്ട് വന്ന് കഴിയും. അല്ലാതെ പേടിക്കാനൊന്നുമില്ല. അതിന് വേണ്ടുന്നത് ചെയ്താൽ മതി. നടക്കുമ്പോൾ വെളിച്ചം കുറഞ്ഞ ടൈമിൽ നടക്കുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ആയിക്കോട്ടെ. ഹലോ, നമസ്കാരം. നമസ്കാരം, ഇതാരാ വിളിക്കുന്നേ? ഹലോ, പറയൂ. ട്വിൻസ് ആണ്, 4 വയസ്സായ ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. ഓക്കെ. അപ്പൊ ഒരാൾക്ക് ചെറിയ ട്വിന്റ് പോലെ 4 വയസ്സിൽ കണ്ടപ്പോഴാണ് നമ്മൾ കാണിച്ചത്. ഓക്കെ. വലത്തെ കണ്ണില് മൈനസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല വാല്യൂ കാണിച്ചു. ഹൈ മൈനസ് ആണല്ലേ? ഹൈ മൈനസ് ആണ്. അപ്പൊ ഇടത്തെ കണ്ണില് വലിയ പ്രശ്നം കാണിച്ചില്ല. അപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ട് കാണിക്കുന്നുണ്ട്.
കുറച്ചായിട്ട് കാണിച്ചിട്ടും വ്യത്യാസം ഇല്ലാഞ്ഞിട്ട് ഇപ്പൊ ഐ പാച്ചിങ് ഉണ്ട് ദിവസം 2 മണിക്കൂർ വെച്ച്. അതെ. അപ്പൊ കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ കണ്ണിൽ ചെറിയ വ്യത്യാസം വന്നു. എന്നാൽ മൈനസ് കുറച്ച് കുറഞ്ഞ പോലെ, പക്ഷെ അടുത്ത കണ്ണിൽ ചെറുതായിട്ട് തുടങ്ങുന്ന കാണിച്ചു. അത് ശരി. അപ്പൊ ഇനി ഇത് അടുത്ത കണ്ണിൽ കൂടെ ആവാൻ സാധ്യതയുണ്ടോ? എത്ര വയസ്സായി മക്കൾക്ക്? 4.5 കൃത്യം. 4.5 പറഞ്ഞല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച ശക്തി എന്ന് പറയുന്നത് നമുക്ക് അത് പൂർണ്ണമായി അതിൻ്റെ എക്സാക്ട് പവർ നമുക്ക് അറിയുന്നത് ഒരു 18 വയസ്സാവണം. അത് വളർച്ച പൂർത്തിയാവും. അതുവരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലാസ് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കുക എന്നുള്ളതല്ലാതെ, പിന്നെ പാച്ചിങ് എന്ന് പറഞ്ഞത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു കണ്ണിന് കാഴ്ചയില്ല, മറ്റേ കണ്ണിന് നല്ല കാഴ്ചയാണെങ്കിൽ ഈ കാഴ്ച കുറഞ്ഞ കണ്ണിന് തനിയെ പ്രവർത്തിക്കാനുള്ളൊരു അവസരം കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് ഡെവലപ്പ് ചെയ്ത് വരും. അല്ല, അടുത്ത കണ്ണിലും കൂടെ ചെറുതായിട്ട് തുടങ്ങുന്നത് അത് സാരമില്ല. അത് ഇത്രയും ഹൈ മൈനസ് അതിൽ വരണമെന്നില്ല. കാരണം നമ്മുടെ കണ്ണിൻ്റെ ഐബോൾ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഐബോൾ വലുതാവും. നമ്മൾ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് ഹൈറ്റ് വെക്കുന്ന പോലെ തന്നെ ഐബോളിൻ്റെ വലിപ്പം, കണ്ണിൻ്റെ ഉണ്ണിയുടെ വലിപ്പം കൂടും. അത് നീട്ടം സൈഡിൽ നിന്നുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ മൈനസ് പവർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റേതുപോലെ അത്ര ഹൈ മൈനസിൽ പോകണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അതായത് ഗ്ലാസ്സിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ 2 പവർ 2 വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇല്ല, ഒരു കണ്ണിൽ ഇപ്പൊ പവർ ഇല്ല, അടുത്ത കണ്ണിൽ മാത്രമേ പവർ വെച്ചിട്ടുള്ളൂ. പക്ഷേ 6 മാസം കഴിഞ്ഞ് കാണിക്കാനാ പറഞ്ഞത്. അല്ല, മറ്റേ കണ്ണിലും ചെറുതായി വന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് പക്ഷെ പവർ വെച്ചിട്ടില്ല. അതെ, അത് സാരമില്ല. അത് വേണ്ടി വരികയാണെങ്കിൽ തന്നെ ചെറിയ പവറേ വരുള്ളൂ. ഇതുപോലെ അത്രയും വലിയ പവർ വരാൻ സാധ്യതയില്ല. ഓക്കെ. ഇനി എനിക്ക് ഐഡന്റിക്കൽ പിന്നാണ് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അടുത്ത ആൾക്ക് കണ്ണിന് വലിയ ഇഷ്യൂ ഇല്ല, നല്ല ചെറിയ ഇഷ്യൂ ഉണ്ട്. 6 മാസം കഴിഞ്ഞ് അയാളെ കാണിക്കാൻ നോക്കണം. തീർച്ചയായും രണ്ടാളെയും ചെക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. വെൽക്കം. ഹലോ, നമസ്കാരം. ഹലോ, ഞാൻ മണ്ണൂരിൽ നിന്ന് വിളിക്കുകയാണ്. ശിവരാജ് എന്നാണ് എന്റെ പേര്. ഞാൻ അവിടെ ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ എനിക്ക് 2006 കാറ്ററാക്ട് സർജറി ചെയ്തതാ. ഓക്കെ. അപ്പൊ അന്ന് മുതൽ നല്ല വിഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സർവീസിൽ ട്രസ്റ്റി ഡെപ്യൂട്ടി ഡയറക്ടർ റിട്ടയർ ചെയ്ത ഒരാളാ. അപ്പൊ അതിനുശേഷം ഇപ്പം 2006 മുതൽ 14 റിട്ടയർ ചെയ്തു. അതുവരെ എനിക്ക് നല്ല വിഷനായിരുന്നു. 14 ലെഫ്റ്റ് ഐന്റെ ഇത് ഡിറ്റാച്ച് ആയിപ്പോയി. ഡിറ്റാച്ച് ആയി. അത് അന്ന് ശ്രീകാന്ത് സാറ് പറഞ്ഞിട്ട് ഞാൻ കോൺട്രാസ്റ്റ് പോയിട്ട് അത് അറ്റാച്ച് ചെയ്തു. പക്ഷെ വിഷൻ ശരിയായില്ല. പക്ഷെ ആ കണ്ണിന് വിഷൻ ഇല്ലെങ്കിലും മറ്റേ കണ്ണോണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. കാറ്ററാക്ട് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി പറഞ്ഞ സാർ, ഇപ്പം ഈ ഒരു വർഷമായിട്ട് വളരെ ഡള്ളായിപ്പോയി എന്റെ കാര്യം. ഞാൻ വിഷൻ തീരെ ഇല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഇതിപ്പോ ഒരു കണ്ണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ? കാറ്ററാക്ട് 2 ചെയ്തിട്ടുണ്ടോ? 2 ചെയ്തിട്ടുണ്ട് സാർ. അപ്പൊ ഒരു കണ്ണിലാണ് ഡിറ്റാച്ച്മെന്റ് വന്നത് അല്ലേ? ഡിറ്റാച്ച്മെന്റ് ഒരു കണ്ണിനാ വന്നത്. അത് റൈറ്റിനാണ് വന്നത്, ലെഫ്റ്റിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നന്നായി മാനേജ് ചെയ്തിരുന്നു. ഈ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വളരെ ഡിറ്റാച്ച്മെന്റ് വളരെ വലിയ ഡിറ്റാച്ച്മെന്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ അത് ശരിക്കും റെറ്റിന അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ചെയ്തിട്ട് റെറ്റിന റീഅറ്റാച്ച് ചെയ്യും. റീഅറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ 2 കൈയും നമ്മൾ ഒരേപോലെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ, 5 വിരലും ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അതാണൊരു നോർമൽ റെറ്റിന നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുമ്പം ഇതുപോലെ അല്ല അത് ജോയിൻ ചെയ്യുക. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈറ്റായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് മാറും. അപ്പോൾ എങ്കിൽ തന്നെയും നല്ല കാഴ്ച കിട്ടേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ ഡിറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇതാണെങ്കിൽ വിചാരിച്ച കാഴ്ച ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. മറ്റേ കണ്ണിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? മറ്റേ കണ്ണ് സാർ ഈ ഒരു വർഷമായിട്ട് ഇപ്പം വല്ലാതെ ഡള്ളായി പോയി. ഇല്ല, അത് കാണിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ലെൻസ് വെച്ചാണല്ലോ ചെയ്യുന്നത് തിമിരം. അപ്പം ലെൻസിൻ്റെ ബാക്കിൽ ഒരു ചെറിയ പാട പോലെ ഒരു ശതമാനം രോഗികളിൽ വരാറുണ്ട് കുറച്ച് കൊല്ലം കഴിയുമ്പോൾ. അത് നിഷ്പ്രയാസം ലേസർ വെച്ച് അത് ക്ലീൻ ചെയ്യാൻ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. യാഗ് ലേസർ എന്ന് പറയും. അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് അത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. തീർച്ചയായും ഒന്ന് വന്ന് കാണിച്ചാൽ മതി. അത് മിക്കവാറും ഉണ്ടാവും. ആ ലെൻസിന്റെ ബാക്കിലുള്ള പാട തന്നെ ആവുള്ളൂ. അതാണ് അതിന്റെ ക്ലാരിറ്റി പോകുന്നത്. അത് ലേസർ വെച്ച് തിരുത്തി കഴിഞ്ഞാൽ 100% കാഴ്ച വീണ്ടെടുക്കാം. ഓക്കെ ശിവരാജ്. വെൽക്കം ശിവരാജ്. വെൽക്കം. ഹലോ, നമസ്കാരം. ഹലോ, എന്താ പേര്? ഹാരിസ്. എവിടെയാ ഹാരിസ്? പറയൂ. ഞാൻ കോഴിക്കോട് തന്നെയാണ്. പറയൂ. എന്റെ കണ്ണിന് താഴത്തെ കറുപ്പ് എപ്പോഴും ഇങ്ങനെ കാണുന്നത്. കറുപ്പ് നിറം?
ആ കറുപ്പ് നിറം അത് കുറെ ചെറുപ്പത്തിലുണ്ട്, കുറെ 10-20 വർഷമായി അങ്ങനെ തന്നെ. അത് മാറ്റില്ല. പിന്നെ കണ്ണിന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും എടുക്കണെങ്കിൽ. അത് ശരി. ഞാൻ കോൺട്രാസ്റ്റ് ഹോസ്പിറ്റലുണ്ട് കാണിച്ചിരുന്നു. അപ്പൊ കണ്ണടക്ക് എഴുതി തന്നിക്കണ്. പിന്നെ ഒരു പ്രാവശ്യം എഴുതി തന്നിട്ട് പിന്നെ കുറച്ചു കാലം പിന്നെ വെച്ചിട്ടില്ല. രണ്ടാമത് ഇപ്പോ ഒരു മാസം മുന്നേ കാണിച്ച പോലെ പിന്നെ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ അത് റീഡിങ്ങിന്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടായിരുന്നു. അത് ശരി. അല്ല അത് ഇപ്പോൾ കാഴ്ചയുടെ കാര്യത്തിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, കാരണം കണ്ണട നമുക്കൊരു ആവശ്യമുള്ളൊരു അവസ്ഥയാണെങ്കിൽ, ഒരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക തന്നെയാണ് നല്ലത്. അത് ഈ കറുത്ത ഈ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ അണ്ടർ ഐ ഈ ചേഞ്ച് വരുന്നത്, ചിലപ്പോൾ അവർ ചർമ്മം ലൂസാവുന്നത്, കളർ മാറുന്നതൊക്കെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലായിട്ട് പലതും നമുക്ക് ചെയ്യാം. അതായത് നനഞ്ഞ ഒരു തോർത്തെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ടീ ബാഗ് ഉണ്ടല്ലോ, ഏതൊരു ടീ ബാഗ് ആയാലും നനച്ച് വെക്കുക. അതൊക്കെ നാച്ചുറലായിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. ഇനി അഥവാ അതില്ലെങ്കിൽ നമുക്ക് വേറെ ഈ ക്വിനോൺ പോലെയുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് അത് കുറച്ച് ലൈറ്റൺ ചെയ്യാൻ, ചർമ്മത്തിൻ്റെ നിറം കുറച്ചും കൂടി ലൈറ്റ് ആവാനുള്ള പലതരം ക്രീമുകളുണ്ട്. അത് പക്ഷെ വളരെ സൂക്ഷിച്ച് നമ്മുടെ ഒരു ഡെർമറ്റോളജിസ്റ്റും പിന്നെ ഐ സ്പെഷ്യലിസ്റ്റും കൂടെ കമ്പൈൻഡായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. അതെ, അപ്പോൾ അത് നോക്കി അത് ചെയ്യണം. അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത് ഒരു ചെറിയൊരു ബ്ലീച്ചിങ് ആക്ഷൻ അവിടെ വരും. സ്കിന്നെ ലൈറ്റൺ ചെയ്യുകയാണല്ലോ. അപ്പോൾ അത് ചോദിച്ച് വെറുതെ നേരെ കൗണ്ടറിൽ നിന്ന് വാങ്ങരുത്. ഡോക്ടറെ കണ്ടതിന് ശേഷം, ആദ്യം കണ്ണിൻ്റെ നമ്മുടെ ഇത് കഴിഞ്ഞതിന് ശേഷം ചർമ്മത്തിൻ്റെ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റും കൂടെ കണ്ടതിന് ശേഷം വേണം ചെയ്യാൻ. വെള്ളം വരുന്നത് ചെറിയ കാരണങ്ങളായിരിക്കാം. നമ്മുടെ ഈ കണ്ണിന് ഡ്രൈനെസ്സോ അല്ലെങ്കിൽ അലർജിയോ എന്തെങ്കിലും ആയിരിക്കും. അതിന് ഡ്രോപ്സ് എന്തെങ്കിലും കിട്ടാൻ മതിയാവും. ശരി, വെൽക്കം. ഈ ഡ്രൈനെസ് ഇപ്പോൾ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് വളരെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിന്റെ ഒരു ഫർദർ അത് മോശമാവുകയാൽ എന്താണ് ഉണ്ടാവുക? അതിന്റെ ഇതിൽ ഇപ്പം നമ്മൾ ഒരു റീസെന്റ് ഇത് കണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് വളരെ വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും പേഷ്യന്റിന്. ഇപ്പം ഈ ഡ്രൈനസിൻ്റെ ഈ കോൺസെപ്റ്റ് മാറി, ഇപ്പോൾ ഒരു ഇൻഫ്ലമേഷനും കൂടി വരുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഇതുള്ളത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടുള്ള ഐ ഡ്രോപ്സും വന്നു കഴിഞ്ഞു. 2-3 മാർക്കറ്റിലുണ്ട്. അപ്പം അതും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ കുറച്ച് നല്ല റിസൾട്ട് വരുന്നത്. പണ്ടത്തെ പോലെ വെറും ലൂബ്രിക്കൻ്റ് മാത്രം വെച്ചിട്ട് ഇപ്പം മൈൽഡ് ആണെങ്കിൽ കുഴപ്പമില്ല, സിവിയർ ഡ്രൈനസിന് വലിയൊരു പ്രശ്നം തന്നെയാണ്. തന്നെയുമല്ല, ഓപ്പറേഷനോ ലേസറോ കഴിഞ്ഞാൽ ഈ ഡ്രൈനസിൻ്റെ ഇത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ മാനേജ്മെൻറ്റ് മാറി ഇപ്പം. ഇപ്പം മാത്രമല്ല, നമ്മൾ സ്ക്രീൻ ടൈം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ സ്ക്രീൻ ടൈം ഇങ്ങനെ ദിനേന കൂടി വരികയാണ്. പക്ഷെ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പത്രം വായിക്കുന്നതിന് പകരം ന്യൂസ് ഇത് വായിക്കുന്നത് മൊബൈൽ ചെറിയ സ്ക്രീനിലാണ്. അപ്പോൾ എത്ര മണിക്കൂർ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. കാരണം മിക്കവരും നമ്മളൊരു കമ്പ്യൂട്ടർ ജോലി കഴിഞ്ഞിട്ട് ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷം അവർ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു നെറ്റ്ഫ്ലിക്സിലെ സിനിമ മൊബൈൽ ഫോണിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ടി വിയിലേക്ക് മാറ്റുകയാണെങ്കിലോ, അല്ലെങ്കിൽ ചെറിയ ഫോണിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിലൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഈ ടൈം കട്ട് ചെയ്യണം, സ്ക്രീൻ ടൈം പറ്റുന്നത്രയും കട്ട് ചെയ്യണം. ഉറക്കത്തിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ നൈറ്റ് ലൈഫ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് നമ്മളെ കാർന്ന് തിന്നുന്നത് നമ്മുടെ ഉറക്കത്തെയാണ്. നമുക്ക് അതിനെ ഇരകളുമാണ് ഒരു തരത്തിൽ ആണ്. കാരണം ഈ ലൈറ്റ് വന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ശരീരം കൺഫ്യൂസ്ഡ് ആവും, രാവിലെയാണോ രാത്രിയാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നമുക്കൊരു മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു സ്ലീപ്പ് ഹോർമോൺ വരുന്നുണ്ട് രക്തത്തിൽ. അപ്പോൾ അതിൻ്റെ അളവിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉറക്കം ശരിയാവില്ല. അപ്പം ഉറക്കം ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ ടൈം എന്തായാലും രാത്രി കുറയ്ക്കണം. ഉറങ്ങുന്നതിൻ്റെ ഒരു 1-2 മണിക്കൂർ മുമ്പെങ്കിലും കട്ട് ചെയ്യണം. എല്ലാവരും കിടക്കയിൽ കിടന്നുകൊണ്ട് സ്ക്രീൻ ആസ്വദിക്കുന്നവരാണ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ ഉണരുന്ന ആ ഒരു വിഷ്യസ് സൈക്കിളാണ്. അത് പിന്നെ കണ്ണിൻ്റെ കഴപ്പ്, ഐ സ്ട്രെയിൻ, എസ്തനോപ്പിയ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ തലവേദനയിലേക്ക് പോകും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്തായാലും ഞങ്ങളുടെ ഒരു തത്സമയ പരിപാടിയിൽ സ്റ്റുഡിയോയിൽ നേരിട്ട് വന്ന് ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകാൻ ഡോക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം തത്സമയ പരിപാടികൾ തുടർന്നും ഉണ്ടാവും. ഡോക്ടർ ഓൺ കോൾ ഒരു തത്സമയ ഫോണിൻ പരിപാടിയായിട്ട് തുടരും. അപ്പോൾ അതിൻ്റെ ആദ്യ അധ്യായത്തെ നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആണ് ഡോക്ടർക്ക് നിയോഗം. വളരെയേറെ സന്തോഷം. ഇങ്ങനൊരു ചാൻസ് തന്നതിനും വളരെയേറെ നന്ദിയുണ്ട്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. നല്ലൊരു കോൺസെപ്റ്റാണ് പരിപാടി തന്നെ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഡോക്ടറുടെ സപ്പോർട്ട് വളരെ നല്ല ട്രമൻഡസ് ആയിരുന്നു. അതൊരു വലിയൊരു വൈബായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമുക്കൊരു പരിപാടി ഏതാണ്ട് നമ്മുടെ പരിപാടിയുടെ അവസാനത്തേക്ക് എത്തുകയാണ്. ഇന്ന് ഫോണിൻ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ കോട്ടൂളിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഒഫ്താൽമിക് സർജൻ
ഡോക്ടർ OK നന്ദഗോപാൽ. താങ്ക് യു. 103.6 റിയൽ FM-ൽ പ്രക്ഷേപണം ചെയ്ത തത്സമയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്ത ആഴ്ച. ആരോഗ്യവാണി